കേരളം ആര് ഭരിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. 102 സീറ്റുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? തിരുവനന്തപുരത്ത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തുമ്പോൾ അണിയറയിൽ നടക്കുന്നത് അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ്. VD സതീശൻ എന്ന മാസ്റ്റർ പ്ലാനറുടെ തന്ത്രങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തെ പോലും അമ്പരപ്പിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സതീശന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: ഇത്തവണ UDFന് 100-ലധികം സീറ്റുകൾ ലഭിക്കും. അരഡസനിൽ അധികം LDFിലെ കരുത്തുറ്റ മന്ത്രിമാർ തോറ്റ് തുന്നം പാടും. പ്രവചനം അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എത്തിയത്. 102 സീറ്റുകളുമായിട്ട് UDF വെന്നിക്കൊടി പാറിച്ചു. എന്നാൽ അധികാരം കിട്ടിയതോടെ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ സജീവമായി മാറി. ഒരു വശത്ത് 45 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ട് KC വേണുഗോപാൽ കരുനീക്കുമ്പോൾ മറുവശത്ത് രമേശ് ചെന്നിത്തലയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെയാണ് VD സതീശൻ തന്റെ മാസ്റ്റർ സ്ട്രോക്ക് പുറത്തെടുത്തത്. MLA-മാരുടെ അഭിപ്രായം രഹസ്യമായി കേൾക്കണമെന്ന സതീശന്റെ ആവശ്യം ഹൈക്കമാൻഡിനെ ശരിക്കും പ്രതിരോധത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. AICC നിരീക്ഷകരായ മുകുൾ വാസ്കിനോടും അജയ് മാക്കനോടും സതീശൻ ഉന്നയിച്ച ആവശ്യം വളരെ ലളിതമാണ്. MLA-മാരെ ഓരോരുത്തരെയായി കണ്ട് രഹസ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കണം. ഇതിന് പിന്നിൽ സതീശന്റെ കൃത്യമായ കണക്ക് കൂട്ടലുകളുമുണ്ട്. പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കാൻ മടിക്കുന്ന പല MLA-മാരും രഹസ്യ ബാലറ്റിലൂടെ തനിക്കൊപ്പം നിൽക്കുമെന്ന് സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നു. MLA-മാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രൂപ്പ് നേതാക്കൾ. 45 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന് KC വേണുഗോപാൽ അവകാശപ്പെടുമ്പോൾ 25 MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും 25 MLA-മാരുടെ പിന്തുണ VD സതീശനും ഉറപ്പാക്കുന്നു. മുകുൾ വാസ്കിനോടും അജയ് മാക്കനോടും തിരുവനന്തപുരത്ത് എത്തുന്നതോടെ കളികൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. നിയമസഭാ കക്ഷിയോഗത്തിന് മുൻപ് MLA-മാരെ നേരിട്ട് കാണുവാനാണ് നീക്കം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ രഹസ്യമായിട്ട് MLA-മാർക്ക് അവസരമൊരുക്കണം എന്നത് സതീശന്റെ ആവശ്യം കേരളത്തെ മറ്റൊരു തരത്തിലേക്കും മാറ്റുകയാണ്. നിരീക്ഷകരല്ലാത്തവർ അഭിപ്രായം കേൾക്കേണ്ടതില്ല എന്നാണ് VD സതീശന്റെ വാദം. അതുമാത്രമല്ല, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ വേണമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ കടുത്ത വാദം. സ്വന്തം പക്ഷത്തെ MLA-മാരെ സ്വാധീനിക്കാൻ ദീപാദാസ് മുൻഷി ശ്രമിക്കുന്നു എന്ന സംശയമാണ് ഈ നീക്കത്തിന് പിന്നിൽ. മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് വിളിച്ചാണ് സതീശൻ തന്റെ അതൃപ്തി അറിയിച്ചത്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സതീശന്റെ അനുകൂലികൾ തരംഗം തീർക്കുകയാണ്. MP-മാർ ദയവായി ഡൽഹിയിൽ തുടരുക, 5 വർഷം തെരുവിലിറങ്ങി പൊരുതിയ സതീശന് മുഖ്യമന്ത്രി പദം നൽകുക എന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് ഇമെയിൽ അയക്കാനുള്ള വൻ ക്യാമ്പയിനും പ്രൊഫഷണൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നടക്കുകയാണ്. MLA-മാരുടെ രഹസ്യാഭിപ്രായം എന്ന നീക്കം വിജയിച്ചാൽ സതീശൻ കേരളത്തിന്റെ അമരത്തെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു അധികാര വടംവലിക്കാണ്. ഗ്രൂപ്പ് നേതാക്കളുടെ അവകാശവാദങ്ങൾക്കിടയിൽ സതീശന്റെ ഈ രഹസ്യ ഓപ്പറേഷൻ വിജയിക്കുമോ, അത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ സതീശനെ വീഴ്ത്തുമോ? കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗമായിരുന്നു ഇത്തവണ ഉണ്ടായത്. ആകെയുള്ള 140-ൽ 102 സീറ്റിൽ വിജയിച്ച് 3-ൽ 2 ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്കെത്തി. LDFന് വെറും 35 സീറ്റാണ് ലഭിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി NDAക്ക് 3 സീറ്റും ലഭിച്ചു. കോൺഗ്രസ് 63, മുസ്ലിം ലീഗ് 22, കേരള കോൺഗ്രസ് 7, സ്വതന്ത്രൻ 4, RSP 3, RMP 1, കേരള കോൺഗ്രസ് ജേക്കബ് 1, CMP 1 എന്നിങ്ങനെയാണ് UDFന്റെ വോട്ട് നില. CPIM 26-ഉം CPI 8-ഉം RJD 1 എന്നിങ്ങനെയാണ് LDF വോട്ട് നില. BJP നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലും വിജയിച്ചു കയറി.